അതുപോലെ നമുക്ക് ഇനിയും ഡീസൽ വണ്ടികളിലേക്ക് വരുവാണെങ്കിൽ, പോളോ, വെൻഡോ ഡീസൽ വണ്ടികളിലേക്ക് വരുവാണെങ്കിൽ എഞ്ചിനായിട്ട് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ. ഫ്യൂൽ ഇഞ്ചക്ടർ ശരിയാണ്. എന്താണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ? ഫ്യൂൽ ഇഞ്ചക്ടർ ശരിക്കും ഈ പുതിയ വണ്ടികളിലാണ് ഫ്യൂൽ ഇഞ്ചക്ടർ ഫെയിലിയർ വന്നേക്കുന്നത്. 2010-11 അത് എനിക്ക് 2014-15 ശേഷമൊക്കെ കുറച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒക്കെ എല്ലാ വണ്ടികളിലും ഡീസൽ ഇഞ്ചക്ടർ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചാനൽ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. അതായത് പുള്ളിക്കാരന് ഏകദേശം ഇപ്പോൾ ഒരു 9 വർഷത്തോളം വെൻഡോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പൊ ഈ 2018 പുള്ളി അടുത്ത വെൻഡോ മാറിയത്. ഇതിന് മുന്നേ ഏകദേശം പുള്ളിക്കാരൻ ഒരു 6 തവണ ഫ്യൂൽ ഇഞ്ചക്ടർ മാറിയിട്ടുണ്ട്. കോട്ടയത്ത് ആണ് പുള്ളി പണിയിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരൻ എപ്പോഴും എന്നോട് ഓരോ തവണ മാറുമ്പോഴത്തേനും 26,000 രൂപ അടുപ്പിച്ചാണ് ഫ്യൂൽ ഇഞ്ചക്ടർ മാറുന്നതിന്, കമ്പനി കൊണ്ട് മാറുന്നത്. ഇത് മാറിയാലും ഇത് ഇങ്ങനെ എന്താണ് ശരിക്കും? ഈ ഇഞ്ചക്ടർ എന്ന് പറയുന്നത് മറ്റേ ABS വീൽ സ്പീഡ് സെൻസർ എന്ന് പറയുന്നത് എല്ലാം സെയിം. ഈ വീൽ സ്പീഡ് സെൻസർ 4 ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് പോകും. ഈ ഇഞ്ചക്ടർ ഇതുപോലെ തന്നെയാണ്, 3 ഉണ്ട് അല്ലെങ്കിൽ 4 ഉണ്ട്. ഇത് 1 by 1 ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഇത് കാണിക്കുന്ന സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൽ ലൈറ്റ് കാണിക്കും, കോയിൽ ലൈറ്റ് കാണിച്ച് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇത് എഞ്ചിൻ ലൈറ്റ് കാണിക്കും. വണ്ടി മിസ്സിംഗ് ആണ്. വണ്ടി മിസ്സിംഗ് വണ്ടി വലിക്കത്തില്ല. ഫസ്റ്റിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് റേസ് ചെയ്തെങ്കിലേ വണ്ടി ഒരു പരിധി വരെ കയറി പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടി ഭയങ്കര മിസ്സിംഗ് ആണ്, പുകയാണ്, അങ്ങനെ പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ 2011 തൊട്ടോ അല്ലെ 10 തൊട്ടുള്ള ഇത്ര നാളായിട്ട് ഇത് കമ്പനി ശരിക്കും ഇതിനെക്കുറിച്ച് ചെറിയൊരു ഇത് എടുത്തിട്ടില്ലെന്നാണ് ശരിക്കും എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്തുള്ള കൊട്ടേഷന്റെ വല്ല വ്യത്യാസങ്ങൾ വല്ലതും ആയിരിക്കും. കമ്പനിയുടെ ആ ഒരു പ്രത്യേക പേരുണ്ടല്ലോ, ആ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്ന എന്തെങ്കിലും ആയിരിക്കും അതിനകത്ത് വന്നേക്കുന്നത്. മെയിൻ്റനൻസ് കോസ്റ്റോ അല്ലെങ്കിൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ പർച്ചേസ് ചെയ്തേക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ ശരിക്കും ഇത് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിന്റെ കോയിലോ അല്ലെങ്കിൽ വയറിങ്ങോ കംപ്ലൈന്റ് ആണെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഉപയോഗിക്കാതെ കിടന്നിട്ട് സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു പരിധി വരെ റിപ്പയർ ചെയ്ത് ചെയ്യാറുണ്ട്. അത് നമ്മൾ കസ്റ്റമറോട് പറയുന്നത് നിൽക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മൾ ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അത് വേണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തോളം പറയാം, അല്ലെങ്കിൽ നമ്മൾ നോക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവർ പറയുന്നത് ഇത് ഈ കമ്പനി ആയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം വന്നേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പണ്ടുള്ള വണ്ടികൾക്കൊന്നും കംപ്ലൈന്റ് ഇല്ല, ഒറ്റ വണ്ടികൾക്ക് കംപ്ലൈന്റ് ഇല്ല, ഒന്നും കംപ്ലൈന്റ് ഇല്ല. 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടുന്നത്. പണ്ടെന്ന് പറയുമ്പോൾ ഈ ടാറ്റയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി പറയുമ്പോഴത്തേക്ക് 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കിലോമീറ്റർ ആകുമ്പോൾ വണ്ടി വലിക്കുന്നില്ല, മൈലേജ് കുറഞ്ഞു, ഓക്കെ പമ്പിന് ഒത്തിരി അടിച്ചു. അതാണ് ഇത്. അങ്ങനെയുള്ള പരിപാടിയില്ല, അങ്ങനെ കാലിബ്രേഷനോ പണിയുടെ പരിപാടിയില്ല. പമ്പ് ഈ ഒക്ടാവിക്ക് പമ്പ് ഇങ്ങനെ കുറേയൊക്കെ പോകാറുണ്ട്. 2006, 2007 അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ പമ്പ് വരാറുണ്ട്. ഇപ്പോൾ ശേഷം പമ്പ് കംപ്ലൈന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ മാറുന്നത് പുതിയല്ലേ മാറുന്നത്, വേറെ സെക്കൻഡാണ് മാറുന്നത്. വണ്ടി സ്റ്റാർട്ട് ആവാതെ വരുന്നുണ്ട്, ഓയിൽ ലീക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ മിസ്സിങ്ങോ അല്ലെങ്കിൽ നോക്കിംഗ് സൗണ്ട് ഒക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്തെല്ലാം പിന്നെ മാറുന്നത് എന്തുവാ, കംപ്ലൈന്റ് എന്താണെന്ന് നോക്കിയിട്ട് സെക്കൻഡ് പമ്പേ മാറാറുള്ളൂ, അത് പിന്നെയും ഓടുവാണ്. അപ്പം ഈ ഞാൻ പറയുന്ന ഇപ്പൊ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇഞ്ചക്ടറിന്റെ കംപ്ലൈന്റ് ഈ 2014 ശേഷമുള്ള വണ്ടിക്ക് ഒരുമാതിരിയൊക്കെ കുറവ് വരെന്ന് പറയാൻ പറ്റും. 14-15 കുറച്ച് കുറവുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്നത് ടർബോയുടെ കംപ്ലൈന്റ്, അത് ടർബോയുടെ എന്ന് വെച്ചാൽ ടർബോ കംപ്ലൈന്റ് അല്ല, ടർബോയെ കൺട്രോൾ ചെയ്യുന്ന ആക്ച്വേറ്റർ, ടർബോ ആക്ച്വേറ്റർ. എയർ വലിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വേറ്റർ കൊടുക്കുന്നതനുസരിച്ച് എയറിനെ കൂടുതൽ സക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു ടർബോ ആക്ച്വേറ്റർ ഉണ്ട്. ഈ ആക്ച്വേറ്റർ ആണ് കംപ്ലൈന്റ് വരുന്നത്. ഈ ആക്ച്വേറ്റർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ ടർബോ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്തില്ല. അപ്പം ആവശ്യമുള്ള എയർ എഞ്ചിനിൽ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഈ സെയിം കംപ്ലൈന്റ് ആണ് മിസ്സിങ്ങും പവർ ലോസും വരുമ്പോഴത്തേക്ക് ഈ സമയം അതിനകത്തും കാണിക്കുന്നത് ഈ കോയിൽ ലൈറ്റും എഞ്ചിൻ ലൈറ്റും കാണിക്കുന്നത്. അപ്പം കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അന്നേരം പറയും ഇന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ഇതിനകത്ത് വീണ്ടും കോയിൽ ലൈറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർകൂളറുണ്ട്, ടർബോയിൽ നിന്ന് വരുന്ന എയറിനെ തണുപ്പിച്ചിട്ടാണ് എഞ്ചിനിലേക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ലൈൻ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ കോയിൽ ലൈറ്റ് കാണിക്കും. ഈ വണ്ടി വലിക്കത്തില്ല, ബ്ലാക്ക് സ്മോക്ക് ഒക്കെ ആയിരിക്കും. അതും ഈ സെയിം കംപ്ലൈന്റ് ഒക്കെ കാണിക്കുന്നത്. അതിനകത്ത് മെയിൻ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ വണ്ടികളുടെ എല്ലാം ഫ്രണ്ട് എനിക്ക് തോന്നുന്നു പണ്ടെല്ലാം മെറ്റലായിരുന്നു, ഇപ്പം എല്ലാം ഫൈബർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ഗട്ടർ ചാടുമോ അല്ലെങ്കിൽ ഒരു ഹമ്പ് കയറി ഇറങ്ങുമോ എങ്ങനെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്നും തട്ടിയാൽ മതി. ചെറുതായിട്ടൊന്നും തട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഡയറക്റ്റ് തട്ടിയാലും മതി, ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇത് അലൈൻ ചെയ്തേക്കുന്നതിന് പിന്നെ താഴും. ചില അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ റേഡിയേറ്റർ, കണ്ടൻസർ, ത്രോട്ടിൽ ബോഡി അങ്ങനെ അവിടം വരെയൊക്കെ പോകാറുണ്ട്. അങ്ങനെയുണ്ട്. ABS ഫെയിലിയർ, ABS എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീൽ സ്പീഡ് സെൻസറിന്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ABS ഫെയിലിയർ വന്നിട്ടുള്ളൂ. ഇത് കറക്റ്റായിട്ട് മാറി കൊടുത്തില്ല. ഈ 4 എണ്ണം പോകും. 4 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൺട്രോൾ മോഡിൽ പ്രശ്നം വരും, ABS കൺട്രോൾ മോഡിൽ പ്രശ്നം വരും. അത് പിന്നെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ABS കൺട്രോൾ മോഡിലൊക്കെ നല്ല റേറ്റ് വരുമായിരിക്കും. ABS കൺട്രോൾ മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും റേറ്റ് വരുന്നില്ല. കമ്പനിയിൽ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു എങ്ങനെയാണെങ്കിലും കമ്പനി ചെയ്യുന്നതിനേക്കാളും റേറ്റ് കുറച്ചേ നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ വേറെന്തൊക്കെയാണ് ഫോക്സോന്റെ പോളോ വെന്റോ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ? കംപ്ലൈൻസുകൾ പവർ വിൻഡോ സ്വിച്ച് കംപ്ലൈന്റ് ഉണ്ട്. പവർ വിൻഡോ സ്വിച്ച് ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ സ്വിച്ച് കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ളത് അത് കംപ്ലൈന്റ് വരുന്നുണ്ട്. മിക്ക വണ്ടികളും ചിലപ്പോൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ കിടക്കുമായിരിക്കും, വണ്ടി അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവത്തില്ല. ഇതിൻ്റെ ഒരു പമ്പുണ്ട്. ഈ പമ്പ് ചിലപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്ത് ആദ്യം എഞ്ചിനിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്, എന്നിട്ടാണ് എഞ്ചിൻ സ്റ്റാർട്ട്. ഈ സമയം അത് ഡീസലിൽ നിന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ സാധാരണ പമ്പ് ക്രാങ്ക് ചെയ്ത് പമ്പ് വാക്വം ചെയ്ത് വലിക്കുമായിരുന്നു. ഇത് അങ്ങനെ അല്ലാതെ പമ്പ് ഇതുണ്ട്, ഫ്ലോട്ട് യൂണിറ്റിനകത്ത് തന്നെ ഒരു പമ്പ് വരുന്നുണ്ട്. ഈ പമ്പ് ചിലപ്പം ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ഈ ഡീസലിനെ എഞ്ചിനിലേക്ക് ഇടത്തില്ല. അപ്പം ജസ്റ്റ് എഞ്ചിൻ കറങ്ങുന്നതല്ലാതെ ആവത്തില്ല. അപ്പം അത് ചെക്ക് ചെയ്യുന്ന ശരിക്കും നമ്മൾ കഴിഞ്ഞാൽ കീ ഓൺ ചെയ്യുന്ന സമയത്ത് ടാങ്കിൻ്റെ അവിടെ ഇങ്ങനെ ചെവി സൗണ്ട് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ചില കംപ്ലയിൻസ് ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയിട്ട് വന്നത് ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ഞങ്ങൾ ഇവിടെ എല്ലാം പോയിട്ട് വന്നാൽ ഇപ്പം ഇത്രയും സമയം കുഴപ്പമൊന്നുമില്ല, ഇത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്നൊക്കെ പറയും. എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്നുണ്ട്. പിന്നുള്ളത് വാട്ടർ പമ്പ് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. വാട്ടർ പമ്പ് വെച്ചാൽ വാട്ടർ പമ്പ് ലീക്ക് വരുന്നുണ്ട്. പിന്നെ ഓയിലും കൂളൻറ്റും കൂടെ മിക്സ് ചെയ്യുന്നത് കൂളറുണ്ട്, ഓയിൽ കൂളർ വെച്ചാൽ ഓയിൽ കൂളറിനെ കൂൾ ചെയ്യാൻ വേണ്ടി വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാൻ കൂളൻ്റുമായിട്ട് മിക്സ് ആവുന്നുണ്ട്. അത് ഓയിൽ കൂളർ അവിടെ അങ്ങനെ ഫെയിലിയർ വരുന്നുണ്ട്, അത് ലീക്ക് വരുന്നുണ്ട്, കൂളൻ്റ് ലീക്ക് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഓയിൽ കൂളർ ആയിരിക്കും. അതൊക്കെ അത്യാവശ്യം ചെറിയ റേറ്റ് ഉണ്ട്. ഉണ്ട്. അതൊക്കെ ശരിക്കും കമ്പനിയിലെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന്റെ പ്രശ്നമാണെന്ന് തന്നെ പറയാൻ പറ്റും. അതാ സത്യം. അല്ല, അത് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണെന്നുള്ളത്. ഈ ഓയിൽ കൂളർ വെച്ചാൽ നമ്മുടെ പഴയ വണ്ടികൾക്കൊന്നും ഓയിൽ കൂളർ മിക്സോ അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല. വാട്ടർ പമ്പൊക്കെ പിന്നെയും വരുന്നുണ്ട്, പക്ഷെ എന്നാലും പഴയ വണ്ടികളിൽ വാട്ടർ പമ്പ് വളരെ കുറവാണ്. ഈ എതികയില്ലേ, ഈ എതികൊക്കെ കംപ്ലൈന്റ് ഉണ്ട്. എതിക്കുണ്ട്, ജെറ്റയ്ക്കുണ്ട്, എല്ലാത്തിനും കംപ്ലൈന്റ് ഉണ്ട്. ഇതിൽ എതിയും ജെറ്റയെല്ലാം സെയിം എഞ്ചിനാണ്. സെയിം എഞ്ചിൻ ആയതുകൊണ്ട് ഇതിനെല്ലാം ഇതുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ചിലപ്പം രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ടെമ്പറേച്ചർ ഫുള്ളായിരിക്കും. ടെമ്പറേച്ചർ ഫുള്ളായി നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ നിൽക്കുന്നത്. അതും ഒരു എന്തോ ഒരു പ്രശ്നം കൊണ്ടൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഗിയർ ബോക്സ് എങ്ങനെയുണ്ട്? ബോത്ത് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ എടുക്കുകയാണെങ്കിൽ മാനുവൽ ഗിയർ ബോക്സിന് ശരിക്കും കംപ്ലൈൻസുകൾ വളരെ കുറവാണ്. കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാവുന്ന പ്രശ്നങ്ങളൊന്നും മാനുവൽ ഗിയർ ബോക്സിന് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ DSG ഗിയർ ബോക്സ് എനിക്ക് തോന്നുന്നു ഈ പുതിയ വണ്ടികൾക്കൊക്കെ DSG കംപ്ലൈൻസ് കാണിക്കുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റായിട്ട് ആവാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഗിയർ ലാഗ് അല്ലെങ്കിൽ ഈ ഗിയർ ഭയങ്കര വണ്ടി ജെർക്ക് ചെയ്യുന്ന അങ്ങനെ ഇതിലൊക്കെ വരാറുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ അല്ലെങ്കിൽ അതിൻ്റെ മെക്കട്രോണിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ബോഡി എന്നൊക്കെ അങ്ങനെയൊക്കെ കാണിക്കുക, എന്തൊക്കെ കംപ്ലൈൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും മെക്കട്രോണിക്സ് മാറുക എന്നല്ലാതെ വേറെ രീതിയിലൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല കംപ്ലൈൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ മെക്കട്രോണിക്സ് ആണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്, മെക്കട്രോണിക്സ് മാറുന്നു എന്ന രീതിയിലൊക്കെ ഉള്ളൂ. അങ്ങനെയാണ്. അതൊക്കെ ലോവർ ടർബോ ലാഗ് കാണിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക്? ടർബോ അത് അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ. ശരിക്കും സിസ്റ്റത്തിൽ കാണിക്കുന്ന കംപ്ലൈൻസുകളായിരിക്കും. അത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ നോക്കിയെടുക്കണം, എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നോക്കിയെടുക്കുക എന്നുള്ള രീതിയിലാണ്. DSG ഉള്ളൂ കുറച്ചൊക്കെ ഫെയിലിയർ. മാനുവൽ ഗിയർ ബോക്സിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വണ്ടികൾ ഉപയോഗിക്കുന്ന പോലെ ക്ലച്ചയിൽ കാല് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് ക്ലച്ച് പെട്ടെന്ന് തീർന്നു പോകുന്നത്. അങ്ങനെ ചെയ്യാതെ കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. സെക്കൻഡിലൊക്കെ അധികം വണ്ടി വലിപ്പിക്കാതൊക്കെ ഉപയോഗിക്കുക. ഈ ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിലും കൂടുതൽ നോട്ടിൽ ഉപയോഗിക്കാം, പിന്നെ നോട്ടിൽ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെയൊക്കെ വ്യത്യാസങ്ങൾ വരും. ക്ലച്ചിന് ലൈഫ് ഉണ്ടാവും, ഗിയർ ബോക്സും അത്ര വലിയ പ്രശ്നങ്ങൾ തോന്നിക്കത്തില്ല. അല്ലാതെ സാധാ ഗിയർ ബോക്സ് പോകുന്ന ഈ സിങ്ക്രണൈസറോ അല്ലെങ്കിൽ അങ്ങനെ ഷിഫ്റ്റ് ലിവറോ അല്ലെങ്കിൽ ബെയറിങ്ങോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ തീർക്കുന്നതിന് മുന്നേ ലാസ്റ്റായിട്ട് എങ്ങനെ ഫോക്സോൻ്റെ വെൻഡോ, പോളോ, അമിയോ ഈ കാറുകൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ വണ്ടി കറക്റ്റായിട്ട് കൊണ്ട് കറക്റ്റ് നല്ല സർവീസോടുകൂടി പോയാൽ വണ്ടി കൂടുതൽ കാല് വീട് നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഒരു മൊത്തത്തിലൊന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ശരിക്കും എനിക്ക് തോന്നുന്നു പീരിയോഡിക് സർവീസ് വരുന്നത് 15,000 കിലോമീറ്ററാണ് സർവീസ് ഇൻ്റർവൽ വരുന്നത്, അല്ലെങ്കിൽ 1 year ആണ് സർവീസ് ഇൻ്റർവൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ ഓയിലുണ്ട്, ഓയിൽ ഫിൽറ്റർ ഉണ്ട്, എയർ ഫിൽറ്റർ ഉണ്ട്. ഇത് ഇത്രയും മസ്റ്റായിട്ട് മാറണം. എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ മസ്റ്റായിട്ട് മാറണം. ഇതിനകത്ത് എയർ ഫിൽറ്റർ കംപ്ലൈൻറ്റ് നമ്മൾ മാറിയില്ല എയർ അടിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നുണ്ടെങ്കിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കും, അല്ലെങ്കിൽ ടർബോയ്ക്ക് ഒരു ലൈഫ് വ്യത്യാസം വരും. ശരിക്കും ഇതായിരിക്കും, ഫ്രഷ് എയർ ആയിരിക്കത്തില്ല ഒഴിക്കുന്നത്. അപ്പോൾ എയർ ഫിൽറ്റർ മസ്റ്റായിട്ട് വേണം. എഞ്ചിൻ ഓയിലും എയർ ഫിൽറ്റർ, ഇത്ര ഡീസൽ ഫിൽറ്റർ വെച്ചാൽ ഡീസൽ ഫിൽറ്ററിൻ്റെ അടിയിൽ
ചിലപ്പം ഈ ഡീസലിൽ നിന്ന് വരുന്ന ചെറിയ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ വാട്ടർ കണ്ടൻ്റൊക്കെ വരാറുണ്ട്. അതിനിപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സെൻസറുകൾ അടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡീസൽ ഫിൽറ്റർ കറക്റ്റായിട്ട് മാറണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് ഞാൻ ഈ അടിയിൽ ടർബോയുടെ ഇന്റർകൂളർ അത് ഈ ബമ്പറിന്റെ ഇത് ഇത്രയും പോർഷനിലാണ് നിൽക്കുന്നത്. ഇത്രയും പോർഷൻ അത് ശരിക്കും താഴെയാണ്. ഞാൻ അത് ഏതെങ്കിലും കാരണവശാൽ ബമ്പറിന്റെ അടി തട്ടുകയോ അല്ലെങ്കിൽ ഫ്രണ്ട് അങ്ങനെ മുഴുവൻ ചെയ്താൽ ഈ ബമ്പർ ഇത്രയും വരുന്ന ഒരു ലോക്കിയാരിങ് ഉണ്ട്. ലോക്കിങ് ഇതിനകത്താണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സൈഡ് പൊട്ടിപ്പോവും പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. ഇത് പൊട്ടി കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നതിന് പിന്നെയും താഴുന്നത് മീൻസ് തൂങ്ങി ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അത് പിന്നെ ചിലപ്പോൾ തട്ടാൻ കൊള്ളു പോകും. തട്ടി കഴിയുമ്പോഴത്തേക്ക് അത് എവിടെയെങ്കിലും ചെറിയ ലീക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ എയർ ലീക്കായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ടർബോ കൂടുതൽ എയറിനെ ബൂസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ബൂസ്റ്റ് ചെയ്യുന്ന എയർ കറക്റ്റായിട്ട് എഞ്ചിനിൽ കിട്ടത്തില്ല. അപ്പോൾ അവിടെ വ്യത്യാസം കാണിക്കും. സെൻസർ വ്യത്യാസം കാണിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് എയർ വന്നിട്ടുണ്ട് പക്ഷേ എത്തിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ള വ്യത്യാസം വരുമ്പോഴത്തേക്ക് അവിടെ അടുത്ത വാണിംഗ് ലൈറ്റ് കാണിക്കും. വാണിംഗ് ലൈറ്റ് കാണിക്കുമ്പോഴത്തേക്ക് പക്ഷേ ആ സമയത്ത് ഡീസൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിന് കത്താനുള്ള എയർ വന്നിട്ടില്ല. അപ്പം ബ്ലാക്ക് സ്മോക്ക് വരും അല്ലെങ്കിൽ മിസ്സിങ് വരും. അപ്പം വലിവ് കുറവ് വരും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അലൈൻമെന്റ് നമ്മുടെ ഈ റോഡൊക്കെ ആയതുകൊണ്ട് അലൈൻമെന്റ് കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ 5000 നോക്കാതെ ഒരു 3000-4000 റേഞ്ചിലൊക്കെ അലൈൻമെന്റ് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡിന് വാണിംഗ് ഇല്ല. പോളോ വെൻഡോയ്ക്കൊന്നും വാണിംഗ് ഇല്ല. വാണിംഗ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 20,000 കിലോമീറ്റർ റേഞ്ചിലൊക്കെ ബ്രേക്ക് പാഡ് നോക്കുന്നതാണ് നല്ലത്. കമ്പനി ഇതിന്റെ ടയർ മൈലേജ് സാധാരണ എന്ത് കിട്ടുന്നുണ്ട്? 23-24 ഇല്ലെങ്കിൽ 25 ആ റേഞ്ചിലൊക്കെ ഉള്ള മൈലേജ് ഒക്കെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സസ്പെൻഷൻ സൗണ്ട് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ടയർ വെട്ടിത്തെയ്യും. കൺഫേം ടയർ വെട്ടിത്തെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെട്ടിത്തെയ്ഞ്ഞ് കഴിഞ്ഞാൽ ഈ ടയർ കറക്റ്റ് കിലോമീറ്റർ കിട്ടത്തില്ല. ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു പോളോ യൂസർക്ക് അല്ലെങ്കിൽ ഒരു വെൻഡോ യൂസർക്ക് വീട്ടിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ശരിക്കും ഏറ്റവും ആദ്യം പറഞ്ഞാൽ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയങ്ങളിൽ ക്ലസ്റ്ററിനകത്തുള്ള ലൈറ്റുകളെല്ലാം ശ്രദ്ധിക്കണം. മീൻസ് എഞ്ചിൻ ലൈറ്റ്, കോയിൽ ലൈറ്റ്, എയർ ബാഗ്, ABS ഇങ്ങനെയുള്ള ലൈറ്റുകളെല്ലാം ഉണ്ടല്ലോ. എല്ലാ ഓണിംഗ് ലൈറ്റും ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് 1 സെക്കൻഡിലേക്ക് അത് ബ്ലിങ്ക് ചെയ്യും. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അണഞ്ഞു പോകും. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ വണ്ടി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ നോർമലി എഞ്ചിൻ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങളെല്ലാം കറക്റ്റ്. അത് ഓയിൽ ലെവൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു 20 മിനിറ്റെങ്കിലും കഴിയേണ്ടി വരും. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് റേഞ്ച് കഴിഞ്ഞെങ്കിൽ ശരിക്കും ആ ഓയിൽ ലെവൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. രാവിലെ നോക്കാം. രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ ഓയിൽ നോക്കാം. കൂളന്റ് നോക്കുന്നതല്ല. ഞാൻ കൂളന്റ് ചെറിയ സമയങ്ങളിൽ കൂളന്റ് ലീക്ക് വരാറുണ്ട്. കൂളന്റ് വാട്ടർ പമ്പിന്റെ അവിടുന്ന് അല്ലെങ്കിൽ കൂളന്റിന്റെ എൽബോ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ലീക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ കൂളന്റ് ലെവൽ തുറന്നു നോക്കണമെന്നില്ല. ആ ബൗളിന്റെ താഴെ അറിയാൻ പറ്റും. അത് കൂളന്റിന്റെ കളർ വേരിയേഷൻ ഉള്ളതുകൊണ്ട് ബ്ലൂ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഗ്രീൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബൗളെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്ര ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത്. അത്ര നോക്കിയാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് വല്ല എഞ്ചിൻ റൂമിലൊക്കെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും വല്ല ബെൽറ്റ് അങ്ങനെ ക്രാക്ക് ആയിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ. ഇതൊക്കെ ജസ്റ്റ് കസ്റ്റമർക്ക് നോക്കാം. ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ലോ. 1, 2, 3 പ്രാവശ്യം നോക്കുമ്പോൾ കസ്റ്റമർക്ക് എന്തെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ ചോദിച്ചു മതി. അതെ. പിന്നെ ഈ ബാറ്ററിയുടെ ടെർമിനലിലൊക്കെ അതെ ക്ലാവ് പിടിക്കുന്ന ഏരിയയില്ലേ അങ്ങനെയൊക്കെ വരണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ചിലപ്പം ബാറ്ററി ചിലപ്പം ഇത് വർക്ക് ആവണമെന്നില്ല, സ്റ്റാർട്ട് ആവണമെന്നോ അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടണമെന്നില്ല. അതപ്പോൾ ഒന്നുമില്ല. ഈ ക്ലാവ് പിടിക്കുന്നുണ്ടെങ്കിൽ ആ ടെർമിനൽ ഒന്ന് കുലുക്കി നോക്കിയാൽ ടെർമിനൽ ലൂസ് ഉണ്ടോ, ലൂസ് ഇല്ല എന്തെങ്കിലും ഒഴിച്ച് ചൂടുവെള്ളം മോട്ടം കഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തീരാനുള്ളത് ചിലപ്പോൾ ഡ്രൈവർമാർക്ക് കാര്യമുണ്ട്. രാവിലെ കഴിയുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ചൂടാക്കി അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് റെഡിയാവും. അത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മഴ ആകുമ്പോഴത്തേക്ക് വൈപ്പർ, ലൈറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കാം. ലൈറ്റിന്റെ ഫോക്കസിങ് കറക്റ്റ് ആണോ, വൈപ്പ് ചെയ്യുന്നത് വൈപ്പ് കറക്റ്റ് ആണോ, അങ്ങനെയൊക്കെ നോക്കണം. ഗ്ലാസ് ഒക്കെ ഇല്ലേ ചിലപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഈ ചിലപ്പോൾ പറയാൻ പറ്റില്ല എണ്ണമയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ തലേന്നൊക്കെ ഇല്ലേ പിള്ളേരൊക്കെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ഇത് അവിടെയൊക്കെ ആവും. പക്ഷെ നമുക്ക് അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൊത്തം ബ്ലെയർ ആകും, ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് പിന്നെ പോകാനായിട്ട് വെളിയിൽ ഏതെങ്കിലും രീതിയിൽ എണ്ണമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് മൊത്തം അങ്ങാക്കും. ഒരു പോയിന്റേ കാണത്തുള്ളൂ. പക്ഷെ ഇത് വൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ എല്ലാം അങ്ങ് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഈ വിൻസ്ക്രീൻ വാഷൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാഷൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഷാമ്പു അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാരൊക്കെ പറയത്തില്ലേ മറ്റേ ടൂത്ത് പേസ്റ്റ് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന രീതി ആർക്ക് കംപ്ലൈന്റ് പറഞ്ഞാൽ അതെങ്ങനെ മാറ്റി കൊടുക്കുക എന്നുള്ളത് നോക്കുന്നത്. അതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ബിവീഷേട്ടനാണ്. ബിവീഷേട്ടൻ ഫോക്സാൻ്റെ പോളോ വെൻഡോ അമ്മയെക്കുറിച്ചുള്ള ഒരുമാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ വേണം ബിവീഷേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് എന്ത് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെയ്യാവുന്നതാണ്. അപ്പം ബിഷേട്ട ഇത്ര നേരം താങ്ക്സ്.